ജസ്ന ജീവിച്ചിരിപ്പുണ്ടോ എന്ന് സാറ് വിശ്വസിക്കുന്നുണ്ടോ എന്ന് പലരും എൻ്റെ അടുത്ത് ചോദിക്കുന്നു. അതിനെനിക്ക് അന്നു മുതലേ ഉത്തരമുണ്ട്. പക്ഷേ ജസ്നയുടെ പിതാവിനെയും സഹോദരിയെയും സഹോദരനെയും ആ കുടുംബക്കാരെയും അവർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളതായിരുന്നു ഞാൻ ഇത്രയും നാളും അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി പറയാതിരുന്നത്. ഏതായാലും പിതാവിനും സഹോദരിക്കും സഹോദരനും അവരുടെ അപ്പച്ചി ഉൾപ്പെടെയുള്ള ആൾക്കാർക്കും ജസ്ന ജീവിച്ചിരിപ്പില്ല എന്ന് ഉള്ള ഒരു ചിന്താഗതി വന്നു എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ജസ്ന ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ജസ്നയുടെ ആ മാർച്ച് 22 2018 ആ അവസാനത്തെ ആ ദിവസം രാവിലെ 10:00 വീട്ടിൽ നിന്ന് പോയെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. എരുമേലിയിലെത്തി. എരുമേലിയിൽ നിന്ന് പിതാവിൻ്റെ സഹോദരി അപ്പച്ചി താമസിക്കുന്നിടത്ത് പോകുന്നു എന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് പോയെന്നാണ് പറയപ്പെടുന്നത്. ശിവഗംഗ എന്നൊരു ബസ്സിലാണ് കയറിയത്. ആ ശിവഗംഗ ബസ് മുണ്ടക്കയം വരെ ഉള്ളൂ എന്ന് എനിക്ക് മനസ്സിലാകുന്നു. ആ ശിവഗംഗ ബസ്സിൽ കയറി വീട്ടിൽ നിന്ന് പറഞ്ഞത് അപ്പച്ചിയുടെ അവിടെ പുഞ്ചവയലിൽ പോകുന്നതാണ്. പുഞ്ചവയലിൽ ഏതായാലും ജസ്ന ഇറങ്ങിയില്ല. പുഞ്ചവയലിലേക്ക് പോകുന്ന ആ ബസ് സ്റ്റാൻഡിൽ, ആ ബസ് സ്റ്റോപ്പിൽ അവിടെ ഇറങ്ങിയില്ല. കാരണം ശിവഗംഗ ബസ്സിൽ ജസ്നയുടെ ഷാള് ആ ബസ്സിൻ്റെ മുൻവശം ഇടതുവശത്ത് ഷാള് മാത്രം പിന്നീടുള്ള CCTV ദൃശ്യത്തിൽ കാണുന്നുണ്ട്. അവിടെയുള്ള ഒരു കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ അവിടുത്തെ CCTV ദൃശ്യത്തിലാണ് ഈ ഷാള് പിന്നെയും പുഞ്ചവയൽ കഴിഞ്ഞിട്ടും മുന്നോട്ട് പോകുന്ന ബസ്സിൽ കണ്ടത്. പക്ഷേ അത് അമരാവതി എന്ന് പറയുന്ന നാട്ടുപ്രദേശത്തുള്ള അവിടെ തന്നെ വലിയ ആൾത്തിരക്കില്ലാത്ത റബ്ബർ എസ്റ്റേറ്റ് മാത്രമുള്ള അമരാവതി ജംഗ്ഷൻ വരെ ആ ബസ്സിൽ ആ ഷാള് കണ്ടു. പിന്നീട് അപ്പുറത്തോട്ട് ആ ഷാള് കണ്ടിട്ടില്ല. അതിൻ്റെ അർത്ഥം ആ അമരാവതിക്ക് അപ്പുറത്തോട്ട് ജസ്ന പോയില്ല എന്ന് തന്നെ കണക്കാക്കേണ്ടി വരും. പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് ഉള്ളതാണ് പ്രസക്തമായ ചോദ്യം. പക്ഷേ ജസ്ന വീട്ടിൽ നിന്ന് പോകുമ്പം അവർക്ക് നല്ല ബ്ലീഡിങ് ഉണ്ടായിരുന്നു. ആ ബ്ലീഡിങ് ഒപ്പിവെച്ച തലേദിവസം ബ്ലീഡിങ് ഒപ്പിവെച്ച തുണി വീട്ടിൽ നിന്ന് അടുത്ത ദിവസം രാവിലെ പോകുന്നിടം വരെ ഒപ്പിയ തുണികൾ അത് വീട്ടിൽ സൂക്ഷിച്ചു വച്ചിരുന്നു. അല്ലെങ്കിൽ ജസ്ന കാഷ്വലായിട്ട് അത് വീടിൻ്റെ അവൾ കിടക്കുന്നതിൻ്റെ അടുത്ത് ആ തുണികൾ അവിടെ കൂട്ടി വച്ചിരുന്നു. അത് ജസ്നയുടെ സഹോദരി കണ്ടു. ജസ്നയെ കാണാതെ പോയി, അല്ലെ ജസ്നയെ കണ്ടില്ല എന്നൊക്കെ വന്നപ്പം ഇതവിടെ ഇരിക്കുന്ന കണ്ടു. അത് കുറേ ദിവസങ്ങളൊക്കെ അവിടെ ഇരുന്നു. പക്ഷേ അത് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചപ്പം ആ മെൻസ്ട്രുവൽ ബ്ലഡും അല്ലെങ്കിൽ ബ്ലീഡ് ചെയ്ത ബ്ലഡും പറ്റിപ്പിടിച്ച തുണി പോലീസ് ഉദ്യോഗസ്ഥന്മാർ വാങ്ങിച്ചുകൊണ്ട് പോയി. ആ സാധനം ഇപ്പം മിസ്സിങ് ആണ്. അത് കോടതിയിലില്ല. കോടതി മെറ്റീരിയൽ ഒബ്ജക്റ്റിൻ്റെ കൂടെയൊന്നും അത് കണ്ടിട്ടേ ഇല്ല. അപ്പോൾ അന്നേ ദിവസം തന്നെ ജസ്ന ജീവൻ നഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ കരുതുന്നത്. അതിനുശേഷം തൽപര കക്ഷികളാണ് ഓരോരോ പുതിയ കഥകൾ ഇറക്കി വിട്ടുകൊണ്ടിരുന്നത്. ജസ്നയെ മൈസൂറോ കർണാടകയിലെവിടെ കണ്ടുവെന്നും മുണ്ടക്കയത്ത് വെച്ച് കണ്ടുവെന്നും ജസ്നയുടെ ആ പല്ലു അല്ലെങ്കിൽ പല്ലിൻ്റെ പ്രത്യേകതയും ജസ്നയുടെ കണ്ണാടി ഒക്കെ പോലെയുള്ള കുട്ടിയെ കണ്ടു പല സ്ഥലത്തു നിന്നൊക്കെ വലിയ കഥകളൊക്കെ ഇറക്കിക്കൊണ്ടിരുന്നു. യഥാർത്ഥത്തിൽ ആ
2018 മാർച്ച് 22 രാത്രി ഒരു 8 മണിയോ 10 മണിക്ക് മുമ്പ് ജസ്ന പിന്നെ ജീവിച്ചിരിപ്പില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ആ സത്യം വീട്ടുകാർക്ക് ഇപ്പം ഏകദേശം മനസ്സിലായിട്ടുണ്ട്, അത് ഉൾക്കൊള്ളാൻ അവർക്ക് കഴിയുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ആ വിവരം ഇപ്പം ഞാൻ പറയുന്നത്. കാരണം ആ പൊന്നുമോളെ അപ്പനും മൂത്ത സഹോദരിയുടെ ഭർത്താവും അതുപോലെ തന്നെ സഹോദരനും ഒക്കെ അതുപോലെ സ്നേഹിച്ചിരുന്ന ആ കുട്ടിയെ മരണപ്പെട്ടു എന്ന് നമ്മളെപ്പോലെയുള്ള ഒരാൾ പറയുന്നത് ഒരിക്കലും ശരിയല്ല. കാരണം അത് കണ്ടെത്തിയിട്ടില്ല എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം. ഇന്നും വീട്ടുകാർക്ക് കുറേയൊക്കെ അറിയായിരിക്കാം, പക്ഷേ നാട്ടുകാർക്കും പബ്ലിക്കിനും അജ്ഞാതമാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ളത് CBI കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ലോക്കൽ പോലീസിന് അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല, ക്രൈംബ്രാഞ്ചിനും അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവരുടെ അന്വേഷണത്തിലാണ് വളരെ വൈറ്റലായ ആ രക്തം പറ്റിയ തുണി നഷ്ടപ്പെട്ടത്. അത് നഷ്ടപ്പെടുത്തിയതാരാണ് അവർ സമാധാനം പറയേണ്ടി വരും. കാരണം അത് കോടതിയിലെത്തിയിട്ടില്ല, ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിലെ മെറ്റീരിയൽ ഒബ്ജക്റ്റിൻ്റെ കൂടെ ഇല്ല, അത് പോലീസ് ഹാജരാക്കിയിട്ടില്ല. അത് വാങ്ങിച്ചുകൊണ്ട് പോയ പോലീസുകാരനെയും അതുകൊണ്ട് ഏൽപ്പിച്ച DYSPയും ജസ്നയുടെ ചേച്ചിക്ക് അറിയാം. ആ കൊണ്ടുപോയ തുണിയുടെ ഫോട്ടോഗ്രാഫ് എടുത്ത് വെച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇന്നും വളരെ ദുരൂഹമായി നിൽക്കുന്ന ഒരു കേസ് തന്നെ. അതിൻ്റെ കുറേയൊക്കെ എവിഡൻസുകൾ CBI കളക്ട് ചെയ്തിട്ടുണ്ടാവണം. കാരണം ആ രക്തം പറ്റിയ തുണി നഷ്ടപ്പെടുത്തിയത് ആര്, എന്തിനു നഷ്ടപ്പെടുത്തി, എന്തായിരുന്നു അതിൻ്റെ മോട്ടീവ്, അതൊക്കെ CBI കണ്ടെത്തിയേ പറ്റുള്ളൂ. ജസ്ന 2018 മാർച്ച് 22 ശേഷം ജീവിച്ചിരിപ്പില്ല എന്നാണ് ഞാൻ കരുതുന്നത്. 8 വർഷം ജീവിച്ചിരിപ്പുണ്ട്. വിദേശത്ത് കണ്ടു, ഇറാനിൽ കണ്ടു, അല്ലെങ്കിൽ ഇറാഖിൽ കണ്ടു, കർണാടകയിൽ കണ്ടു, ചെന്നൈയിൽ കണ്ടു, കേരളത്തിലെ പല സ്ഥലങ്ങളിൽ വെച്ച് ജസ്നയെ കണ്ട കഥകൾ ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് പൊങ്ങി വന്നത് ആരുടെ താല്പര്യത്തിലാണ്, ആരാണത് പടച്ചുവിട്ടത്? ആ പടച്ചുവിട്ടവരിലേക്ക് അന്വേഷണം നീണ്ടാൽ തീർച്ചയായിട്ടും അത് ജസ്നയ്ക്ക് അപകടം സംഭവിപ്പിച്ചത് ആര് എന്ന ആളിലേക്ക് എത്തും എന്നെനിക്ക് തോന്നുന്നു. എങ്ങനെയാണ് അത് ഒറിജിനേറ്റ് ചെയ്ത്, എന്തിനാണ് അത് അങ്ങനെ പടച്ചുവിട്ടത്? സോഷ്യൽ മീഡിയയിലൊക്കെ അതിങ്ങനെ നിർബാധം സഞ്ചരിച്ചുകൊണ്ടിരുന്നു, ചാനലിലൊക്കെ വന്നിരുന്നു. അപ്പോൾ അതിൻ്റെ ആരാണ്? എവിടെയാണ് അന്വേഷണം പാളിയത്? എന്തായാലും അടുത്ത കാലത്ത് CBI കുറച്ചുകൂടെ അഗ്രസീവായിട്ട്, കുറച്ചുകൂടെ ഡീപ്പായിട്ടൊക്കെ അന്വേഷണം നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനത് ജസ്ന ജീവിച്ചിരിപ്പില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വീട്ടുകാരും അതിലേക്ക് ഏകദേശം ആ ചിന്താഗതിയിലേക്ക് വന്നിട്ടുണ്ട്. അവർക്ക് മകളെ നഷ്ടപ്പെട്ട് ഉൾക്കൊണ്ടിട്ടുണ്ട്. ജസ്ന മിസ്സാകുന്നതിന് 2-3 മാസം മുമ്പ് ജസ്നയുടെ അമ്മ അസുഖത്താൽ ആശുപത്രി കിടന്ന് മരിച്ചു എന്നുള്ള കാര്യവും മനസ്സിലാക്കിയിട്ടുണ്ട്. ജസ്നയുടെ അമ്മ മരിച്ച ശേഷം ജസ്നയുടെ പിതാവ് ആ കുട്ടിക്ക് അല്പസ്വല്പം ബ്ലീഡിങ് ഉണ്ടായെന്ന് മനസ്സിലാക്കിയപ്പം കുട്ടി തന്നെ പറഞ്ഞുകൊണ്ട് 26 ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്, ഡോക്ടറെ കണ്ടിട്ടുണ്ട്. അതിനുശേഷവും 1 മാസം കഴിഞ്ഞ ശേഷമാണ് ആ കുട്ടിക്ക് ഇത്രയും കലശലായ ബ്ലീഡിങ് ഉണ്ടായത്. അത് ക്രിമിനൽ അബോർഷനോ അങ്ങനെ ഏതെങ്കിലും ഒരു സാധ്യത ഉണ്ടായിട്ടുണ്ടാവണം എന്നാണ് ഞാൻ കരുതുന്നത്. അത് തന്നെയായിരിക്കണം അത്ര ഒരു പ്രൊഫ്യൂസ് ബ്ലീഡിങ് ഉണ്ടായത്. സാധാരണയിൽ മെൻസ്ട്രുവൽ ബ്ലഡ് വരുന്നതിന് ഏകദേശം നമുക്കൊരു കണക്കുണ്ട്, എത്ര വോളിയം ബ്ലഡ് വന്നു എന്നൊക്കെ അറിയാം. പക്ഷേ ഇത് അങ്ങനല്ല, അതിൻ്റെ എത്രയോ ഇരട്ടി ബ്ലീഡിങ് ഉണ്ടായ കൊച്ചിന് ആ തുണിയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതെന്തുകൊണ്ട് നഷ്ടപ്പെട്ടു? അതെന്താ അത്ര ലാഘബുദ്ധിയോടെ ഇത്രയും വലിയ സെൻസേഷനായ കേസ് കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർ എന്തുകൊണ്ട് അത് സപ്രസ് ചെയ്തു? എന്തുകൊണ്ട് അത് ഉൾക്കൊള്ളാതെ പോയി? അതെന്തുകൊണ്ട് മെറ്റീരിയൽ ഒബ്ജക്റ്റായിട്ട് കോടതി കൊടുത്തില്ല? നിരവധി ചോദ്യങ്ങളൊന്നിന് പുറകെ ഒന്നായിട്ട് വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് കേസ് എങ്ങനെ പോയാലും തെളിഞ്ഞേ പറ്റുള്ളൂ. വർഷങ്ങൾ 8 കഴിഞ്ഞു. CBIയുടെ ഇപ്പോഴത്തെ അവരുടെ നീക്കം
നല്ല നീക്കമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം എരുമേലിക്കും മുണ്ടക്കയത്തിനും കാഞ്ഞിരപ്പള്ളിക്കും ഇടയ്ക്ക് 20 കിലോമീറ്റർ ചുറ്റളവിൽ ജസ്ന ഉണ്ട് എന്ന് ഞാൻ തുടക്കം മുതലേ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ആ ഭാഗത്ത് ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാകണം, ഉണ്ടായേ പറ്റുള്ളൂ. ഏതായാലും CBIയുടെ അന്വേഷണം അവർ കാര്യമായിട്ട് നടത്തുന്നുണ്ട്, റിസൾട്ട് ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്.